ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ സുഭാഷ്. നമ്മൾ നോക്കാൻ പോകുന്നത് CSEB ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പരീക്ഷയ്ക്ക് പ്രധാനമായിട്ടും ചോദിക്കുന്ന ഒരു ഭാഗമായ മൈക്രോസോഫ്റ്റ് വേർഡിനെ കുറിച്ചാണ്. ഒരു ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആകാൻ പോകുന്ന ഓരോ ഉദ്യോഗാർത്ഥികളും വേർഡ് പ്രോസസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ മൈക്രോസോഫ്റ്റ് വേർഡ്, എക്സൽ, പവർ പോയിൻറ്റ് ഇതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അതിൽ മൈക്രോസോഫ്റ്റ് വേർഡുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത് കേട്ടോ. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും ഇതിൽ നിന്ന് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ നമുക്കൊരു കൺഫ്യൂഷനൊക്കെ വന്നേക്കാം. സോ നമുക്ക് അത്തരത്തിലുള്ള കുറേ ഫാക്റ്റുകളും ഷോർട്ട് കട്ടുകളും അല്ലെങ്കിൽ ഓരോ ഓപ്ഷൻസും നമ്മൾ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ക്രിയേറ്റിംഗ് ആൻഡ് എഡിറ്റിംഗ് ഡോക്യുമെൻറ്റ് ഇൻ മൈക്രോസോഫ്റ്റ് വേർഡ്. മൈക്രോസോഫ്റ്റ് വേർഡിൽ നമുക്ക് ഡോക്യുമെൻറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ എഡിറ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കുറേ ആൾക്കാർക്ക് ഇതൊക്കെ അറിയാമായിരിക്കും. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഈ ബേസിക് കമ്പ്യൂട്ടർ നോളജ് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വളരെയധികം ഉപയോഗപ്രദമാകുന്ന ഒരു ടോപ്പിക്കാണിത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ മൈക്രോസോഫ്റ്റ് വേർഡ് ഈസ് എ വേർഡ് പ്രോസസ്സിംഗ് ആപ്ലിക്കേഷൻ ഡെവലപ്ഡ് ബൈ മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു വേർഡ് പ്രോസസ്സിംഗ് ആപ്ലിക്കേഷൻ ആണ് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് എ മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് ചോദിച്ചാൽ പറയുക ഇറ്റ് ഈസ് എ വേർഡ് പ്രോസസ്സർ അല്ലെങ്കിൽ വേർഡ് പ്രോസസ്സിംഗ് ആപ്ലിക്കേഷൻ കേട്ടോ. വേർഡിനെ പ്രോസസ്സ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ടെക്സ്റ്റിനെ പ്രോസസ്സ് ചെയ്യുവാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത്. യൂസ്ഡ് ടു ക്രിയേറ്റ്, എഡിറ്റ്, ഫോർമാറ്റ് ആൻഡ് പ്രിൻറ്റ് ഡോക്യുമെൻറ്റ്സ് ലൈക്ക് ലെറ്റേഴ്സ്, റിപ്പോർട്ട്സ് ആൻഡ് റെസ്യൂംസ്. അപ്പോൾ ലെറ്ററുകളും റിപ്പോർട്ടുകളും റെസ്യൂംസും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡോക്യുമെൻറ്റുകളെല്ലാം ക്രിയേറ്റ് ചെയ്യുവാനും എഡിറ്റ് ചെയ്യുവാനും ഫോർമാറ്റ് ചെയ്യുവാനും ആവശ്യമെങ്കിൽ പ്രിൻ്റ് എടുക്കുവാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത്. പാർട്ട് ഓഫ് ദ മൈക്രോസോഫ്റ്റ് ഓഫീസ് സ്വീറ്റ്. മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് പറയുന്ന ആ ഒരു പാക്കേജിനുള്ളിലുള്ള ഒരു ഭാഗമാണ് അല്ലെങ്കിൽ ആ പാക്കേജിനുള്ളിലെ ഒരു ആപ്ലിക്കേഷനാണ് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത്. മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് പറയുന്ന പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് മൈക്രോസോഫ്റ്റ് വേർഡ്, എക്സൽ, പവർ പോയിൻറ്റ്, ആക്സസ്, പബ്ലിഷർ പോലുള്ള വിവിധ തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനുള്ളിലുള്ള ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത്. ഈ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പ്രധാനമായിട്ടും 3 സോഫ്റ്റ്വെയറുകളാണ് പഠിക്കേണ്ടത്. വേർഡ്, എക്സൽ, പവർ പോയിൻറ്റ്. ഇത് 3 നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് പഠിക്കണം കേട്ടോ. സ്റ്റാർട്ടിംഗ് MS വേർഡ്. മൈക്രോസോഫ്റ്റ് വേർഡ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ്. How to start MS Word. Click on the start button, search for word, click to open. Alternatively, double click on the Microsoft Word shortcut on the desktop or taskbar. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഒരു മൈക്രോസോഫ്റ്റ് വേർഡ് ആപ്ലിക്കേഷൻ എങ്ങനെ ഓപ്പൺ ചെയ്യുമെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ട് ബട്ടൺ അല്ലെങ്കിൽ പുതിയ വെർഷനൊക്കെ ആണെങ്കിൽ മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ പുതിയ വെർഷനൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ വിൻഡോസിൻ്റെ എംബ്ലമുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം വേർഡ് എന്ന് സെർച്ച് ചെയ്യുക. അവിടെ ഒരു ടെക്സ്റ്റ് ഫീൽഡ് വരും. അവിടെ വേർഡ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ മൈക്രോസോഫ്റ്റ് ഓഫീസ് പാക്കേജ് ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ മൈക്രോസോഫ്റ്റ് വേർഡ് ആപ്ലിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കാണാനായിട്ട് സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേർഡ് ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെസ്ക് ടോപ്പിൽ മൈക്രോസോഫ്റ്റ് വേർഡ് ഐക്കൺ ഉണ്ടെങ്കിൽ അവിടെ ഡബിൾ ക്ലിക്ക് അടിച്ചാലും വേർഡ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിലെ ടാസ്ക് ബാർ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ബട്ടണൊക്കെ കാണാൻ സാധിക്കുന്ന നമ്മുടെ സ്ക്രീനിലെ ഏറ്റവും താഴെ ഭാഗത്ത് കാണുന്ന ബാറിനെയാണ് ടാസ്ക് ബാർ എന്ന് പറയുന്നത്. ഈ ടാസ്ക് ബാറിൽ മൈക്രോസോഫ്റ്റ് വേർഡ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ക്ലിക്ക് അടിച്ചാലും വേർഡ് ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കുഞ്ഞു കാര്യമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അറിഞ്ഞൂടാത്തവർ ശ്രദ്ധിച്ചോളുക കേട്ടോ. നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ CSEB ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പരീക്ഷയ്ക്ക് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടൊരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്വപ്ന ജോലി നേടിയെടുക്കാം CCയോടൊപ്പം. നമ്മുടെ കോഴ്സ് ഫീച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിലബസ് ബേസ്ഡ് റെക്കോർഡഡ് ക്ലാസ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളൊരു സിലബസിനുള്ളിൽ നിന്നുകൊണ്ട് വേണം പഠിക്കുവാനായിട്ട്. നിങ്ങൾക്ക് വ്യക്തമായിട്ടും ഒരു സിലബസ് പുറത്തിറക്കിയിട്ടുണ്ട്. ആ സിലബസിലുള്ള കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള ഒരു റെക്കോർഡഡ് സെഷൻ അല്ലെങ്കിൽ റെക്കോർഡഡ് ക്ലാസ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ലൈവ് സെഷൻ ഫോർ ഓൾ സബ്ജക്ട്സ്. എല്ലാ സബ്ജക്റ്റുകൾക്കും വേണ്ടിയിട്ടുള്ള ലൈവ് സെഷൻസ് അവൈലബിൾ ആണ്. ഈ ലൈവ് സെഷൻസ് വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ അധ്യാപകരോട് നിങ്ങൾക്ക് സംവാദിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് വരുന്ന സംശയമൊക്കെ ലൈവായിട്ട് തന്നെ അധ്യാപകരോട് ചോദിച്ച് ആ സംശയ നിവാരണം നിങ്ങൾക്ക് നടത്തുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വീക്ക്ലി മോഡൽ എക്സാം എല്ലാ ആഴ്ചയിലും നിങ്ങൾക്ക് മാതൃകാ പരീക്ഷ ഉണ്ടാവും കേട്ടോ. നിങ്ങളുടെ സിലബസിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള മുൻവർഷ PSC പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ചോദിക്കുവാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അല്ലെങ്കിൽ ഇപ്പോഴത്തെ PSCയുടെ പുതിയ
ചെറിയ ട്രെൻഡായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ചോദ്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മാതൃകാ പരീക്ഷ ഉണ്ടാവും. ഈ പരീക്ഷ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളെ സ്വയം വിലയിരുത്താം. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, എത്ര മാർക്ക് വരെ എനിക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിലയിരുത്താനായിട്ട് പറ്റും. ഓരോ ആഴ്ചയും ഓരോ മാതൃകാ പരീക്ഷകൾ എഴുതി വരുമ്പോഴത്തേക്ക് അതിൻ്റെ പ്രോഗ്രസ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ സ്പെഷ്യൽ മെൻറ്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. നിങ്ങൾക്ക് ഒരു മെൻറ്റർ ഉണ്ടാവും. നമ്മുടെ പരീക്ഷയെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും, പരീക്ഷ എന്നാണോ നടക്കുന്നത് അതുവരെയുമുള്ള നിങ്ങൾക്ക് വരുന്ന സംശയങ്ങളും അല്ലെങ്കിൽ മറ്റ് സപ്പോർട്ടും ഒക്കെ മെൻറ്ററിൽ നിന്ന് ചോദിച്ചറിയുവാനായിട്ട് സാധിക്കും. ദെൻ ക്വറി ഹാൻഡ്ലിംഗ്, നിങ്ങൾക്ക് വരുന്ന സംശയങ്ങളെല്ലാം നിങ്ങളുടെ മെൻറ്ററിനോടും അധ്യാപകരോടും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാ കൂട്ടുകാരും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും ഒക്കെ വേണ്ടി ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക 8921440580. സോ എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഇനി മൈക്രോസോഫ്റ്റ് വേർഡിൽ ഒരു പുതിയ ഡോക്യുമെൻ്റ് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഫ്രഷ് ആയിട്ടൊരു പുതിയ ഡോക്യുമെൻ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഫയൽ എന്ന് പറയുന്ന ഒരു മെനു ഉണ്ട്. ഫയൽ എന്ന് പറയുന്ന ഒരു ടാബ് ഉണ്ട്. ഹോം ടാബിന് തൊട്ട് മുന്നേ നമുക്ക് കാണാൻ സാധിക്കുന്ന ആദ്യത്തെ ഒരു മെനു ആണ് ഫയൽ ടാബ് എന്ന് പറയുന്നത്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഡ്രോപ്പ് ഡൗൺ മെനു കിട്ടും. അവിടെ ന്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ഓൺ ദ ബ്ലാങ്ക് ഡോക്യുമെൻ്റ് ഓർ ചൂസ് ഫ്രം എ ടെംപ്ലേറ്റ്. ന്യൂ എന്ന് പറയുന്ന ഫയലിൽ ന്യൂ എന്ന് പറയുന്ന ആ ഒരു ടാബിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഇൻ്റർഫേസ് വരും. അവിടെ ബ്ലാങ്ക് ഡോക്യുമെൻറ്റ്, അതേപോലെ തന്നെ കുറേ ടെംപ്ലേറ്റുകൾ, ലെറ്റേഴ്സ്, റെസ്യൂംസ്, സർട്ടിഫിക്കറ്റ്സ്, കുറേ ടെംപ്ലേറ്റ്സ് കാണും. അതിൽ നിന്നും ഒന്നുകിൽ ബ്ലാങ്ക് ഡോക്യുമെൻറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ടെംപ്ലേറ്റ് ആണോ വേണ്ടത് അതെടുക്കുക. സാധാരണഗതിയിൽ നമുക്ക് ബ്ലാങ്ക് ഡോക്യുമെൻ്റ് ആണ് എന്ത് ചെയ്യേണ്ടത്, എടുക്കേണ്ടത് കേട്ടോ. ഈ ബ്ലാങ്ക് ഡോക്യുമെൻറ്റിലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള കണ്ടൻറ്റുകളെല്ലാം ടൈപ്പ് ചെയ്യേണ്ടത്. എ ന്യൂ ബ്ലാങ്ക് പേജ് ഓപ്പൺസ് വെയർ യു ക്യാൻ സ്റ്റാർട്ട് ടൈപ്പിംഗ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പുതിയ ബ്ലാങ്ക് പേജ് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കണ്ടൻറ്റുകളൊക്കെ എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഈ രീതിയിലാണ് സാധാരണഗതിയിൽ ഒരു പുതിയ ഡോക്യുമെൻ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. ഒരു പുതിയ ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഷോർട്ട് കട്ടാണ് Ctrl+N എന്ന് പറയുന്നത്. ഇത് നന്നായിട്ട് പഠിച്ചു കൊള്ളുക കേട്ടോ. Ctrl+N എന്ന് പറഞ്ഞാൽ പുതിയ ഒരു ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഷോർട്ട് കട്ടാണ്. വാട്ട് ഈസ് ഡോക്യുമെൻറ്റ്? ഗ്രൂപ്പ് ഓഫ് പേജസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. ഒരു ഡോക്യുമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പേജ് ആയിരിക്കാം, 2 പേജ് ആയിരിക്കാം, 10 പേജ് ആയിരിക്കാം, 100 1000 പേജ് ആയിരിക്കാം. ഇതിനെല്ലാം നമുക്ക് എന്തെന്ന് പറയാം, ഡോക്യുമെൻ്റ് എന്ന് പറയാം. അപ്പോൾ പുതിയ ഒരു ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് Ctrl+N. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫയൽ ടാബിൽ പോയി അതിനകത്ത് ന്യൂ ക്ലിക്ക് ചെയ്ത് അതിനുള്ളിൽ നിന്നും ബ്ലാങ്ക് ഡോക്യുമെൻറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ടെംപ്ലേറ്റുകളോ എടുക്കുക. എന്താണ് ഈ ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്? ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ ഡിസൈൻഡ് മോഡലാണ് കേട്ടോ. ചിലപ്പോൾ റെസ്യൂമിൻ്റെ മോഡൽ ഉണ്ടാവാം, അല്ലെങ്കിൽ മറ്റ് സ്റ്റോറി ടൈപ്പ് ചെയ്യാനുള്ള മോഡൽ ഉണ്ടാവാം, അല്ലെങ്കിൽ വിവിധ ആവശ്യങ്ങൾക്കായിട്ടുള്ള പ്രീ ഡിസൈൻഡ് മോഡൽസ് ഉണ്ടാവാം. അപ്പോൾ ആ ഒരു മോഡൽ എടുത്തിട്ട് നിങ്ങളുടെ കണ്ടൻറ്റ് അതിനകത്ത് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ അതിനകത്ത് ടൈപ്പ് ചെയ്ത് കയറ്റിയാൽ മതി. ബാക്കിയെല്ലാം ഫോർമാറ്റിങ്ങും കാര്യങ്ങളൊക്കെ അതിനകത്ത് സെറ്റായിരിക്കും. അതിനാണ് ടെംപ്ലേറ്റുകൾ എന്ന് പറയുന്നത് കേട്ടോ. കുറേ ഇൻബിൽറ്റ് ടെംപ്ലേറ്റുകൾ മൈക്രോസോഫ്റ്റ് വേർഡിനകത്ത് അവൈലബിൾ ആണ്. അത് യഥേഷ്ടം നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. സാധാരണഗതിയിൽ ബ്ലാങ്ക് ഡോക്യുമെൻ്റ് എടുത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇൻഫർമേഷൻസും അല്ലെങ്കിൽ ലെറ്റേഴ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ്, ടൈപ്പിംഗ് ആൻഡ് എഡിറ്റിംഗ് ടെക്സ്റ്റ്. എങ്ങനെ നമുക്ക് ടൈപ്പ് ചെയ്യാം, എങ്ങനെ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. നമുക്കറിയാം കീബോർഡ് ഉപയോഗിച്ച് നമ്മൾ ടൈപ്പ് ചെയ്യും. അത് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെല്ലാം യൂസ് ചെയ്യുന്ന കീബോർഡ് എന്ന് പറയുന്നത് QWERTY ടൈപ്പ് കീബോർഡാണ്. QWERTY സീക്വൻസിൽ ക്യാരക്ടേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു കീബോർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കീബോർഡ് ഉപയോഗിച്ച് നമ്മൾ ടൈപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഒരു മെയിൻ ഡോക്യുമെൻറ്റിൽ നമുക്ക് ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു കർസർ ലൈൻ കാണാൻ സാധിക്കും. കർസർ ലൈൻ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഈ കർസർ ലൈൻ ഏത് പൊസിഷനിലാണോ എവിടെയാണോ ഇരിക്കുന്നത് അത് മുതലാണ് നമുക്ക് ക്യാരക്ടേഴ്സ് ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കുക നമ്മുടെ ഡോക്യുമെൻറ്റിൽ അല്ലെങ്കിൽ പേജിൽ. അപ്പോൾ ക്യാരക്ടേഴ്സ് ടൈപ്പ് ചെയ്യുമ്പോൾ, അക്ഷരങ്ങൾ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ കർസർ ലൈനിന് എന്ത് സംഭവിക്കുന്നു എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാം കേട്ടോ. ഇതൊന്നും ചിന്തിക്കേണ്ട ചോദ്യമാണ്. ചിലപ്പോൾ തിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആലോചിച്ചെഴുതുക. വളരെ സിമ്പിളാണ്, എളുപ്പമുള്ളൊരു കാര്യമാണ്. നമ്മൾ ക്യാരക്ടേഴ്സ് കീബോർഡിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ഈ കർസർ ലൈനിന് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കർസർ ലൈൻ ലെഫ്റ്റ് ടു റൈറ്റ് ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യുന്നു, മൂവ് ചെയ്യുന്നു. ലെഫ്റ്റ് ടു റൈറ്റ് ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യുന്നു, മൂവ് ചെയ്യുന്നു കേട്ടോ. നമ്മൾ ടൈപ്പ് ചെയ്ത് പോകും തോറും എന്ത് ചെയ്യുന്നു, ക്യാരക്ടേഴ്സ് കഴിഞ്ഞതിന് ശേഷം ഈ കർസർ ലൈൻ ഇവിടെ വന്ന് വീണ്ടും ബ്ലിങ്ക് ചെയ്ത് കിടക്കുന്നു. വീണ്ടും നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് വീണ്ടും മൂവ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്നും
റൈറ്റ് ഭാഗത്തേക്ക് ഈ കർസർ ലൈൻ ചാടി അല്ലെങ്കിൽ മൂവ് ചെയ്ത് പോകുന്നു. ഇതാണ് നമ്മൾ കുറച്ച് ക്യാരക്ടേഴ്സ് നമ്മുടെ ഡോക്യുമെൻറ്റിൽ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഈ കർസർ ലൈനിന് സംഭവിക്കുന്ന കാര്യമെന്ന് പറയുന്നത് കേട്ടോ. സോ അത് മനസ്സിലാക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കാം. ദെൻ എഡിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ക്യാരക്ടേഴ്സൊക്കെ ടൈപ്പ് ചെയ്തു, നമുക്ക് വേണ്ടാത്ത ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഒന്നുകിൽ ബാക്ക് സ്പേസ് കൊടുക്കുക കേട്ടോ. ബാക്ക് സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ ആ കർസർ ലൈൻ നിൽക്കുന്ന ഇവിടെ കർസർ ലൈൻ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ തൊട്ട് പുറകിലോട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാനായിട്ട് പറ്റും, മായ്ച്ച് കളയുവാനായിട്ട് പറ്റും. ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാലോ, ഡിലീറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ടെക്സ്റ്റിനെ അല്ലെങ്കിൽ ഒരു വേർഡിനെ മുഴുവനായിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം കീബോർഡിൽ ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ടെക്സ്റ്റും അല്ലെങ്കിൽ ആ വേർഡ് മുഴുവനും ഡിലീറ്റായി പോകുന്നതായിരിക്കും, എറൈസായി പോകുന്നതായിരിക്കും. അതിനാണ് ഡിലീറ്റ് ബട്ടൺ നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത് കേട്ടോ. ഈ ബാക്ക് സ്പേസിൻ്റെയും ഡിലീറ്റിൻ്റെയും പർപ്പസ് ഒന്ന് തന്നെയാണ്, പക്ഷേ ഇവ രണ്ടും ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വ്യത്യസ്തമാണ് എന്നുള്ള കാര്യവും മനസ്സിലാക്കുക. ഇപ്പം ഞാനിങ്ങനെ ടൈപ്പ് ചെയ്ത് വരികയാണ്, ഈ തൊട്ട് പുറകിലുള്ള ക്യാരക്ടേഴ്സ് മായ്ച്ച് കളയണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് കീ അമർത്തിയാൽ ചെയ്യാൻ കഴിയില്ല. ഞാൻ മൗസ് ഉപയോഗിച്ച് തൊട്ട് പുറകിലുള്ള ഫുൾ ഡാറ്റയും സെലക്ട് ചെയ്തതിന് ശേഷം, ഫുൾ ടെക്സ്റ്റിനെയും സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് കീ കൊടുത്താൽ മാത്രമേ അത് ഡിലീറ്റ് ആവുകയുള്ളൂ, അല്ലെങ്കിൽ ബാക്ക് സ്പേസ് തന്നെ കൊടുത്താൽ മതിയാവും കേട്ടോ. അത് മനസ്സിലാക്കുക. Then move the cursor using arrow keys or mouse and make changes. അപ്പോൾ കർസർ കീ എവിടെയാണോ, ഏത് പൊസിഷനിലാണോ നമ്മൾ കൊണ്ട് വെക്കുന്നത് അത് മുതലാണ് നമുക്ക് എഡിറ്റിംഗ് അല്ലെങ്കിൽ ടൈപ്പിംഗ് ഒക്കെ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ നമ്മുടെ കീബോർഡിലെ ആരോ കീസ് അല്ലെങ്കിൽ മൗസ് ക്ലിക്ക് ഉപയോഗിച്ച് നമുക്ക് വ്യത്യസ്ത പൊസിഷനിലേക്ക് കർസറിനെ എന്ത് ചെയ്യാൻ പറ്റും, മാറ്റി സ്ഥാപിക്കാനായിട്ട് സാധിക്കും കേട്ടോ. നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഫോർമാറ്റിംഗ് ടെക്സ്റ്റ് ആണ്. അപ്പം ടെക്സ്റ്റുകളെ എങ്ങനെ ഫോർമാറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന ടെക്സ്റ്റ് ഫോർമാറ്റിങ്സ് എല്ലാം ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടാബാണ് ഹോം ടാബ് എന്ന് പറയുന്നത്. ഹോം ടാബിലാണ് നമ്മുടെ ടെക്സ്റ്റിൻ്റെ അപ്പിയറൻസ് മാറ്റാൻ കഴിയുന്ന തരത്തിലുള്ള ഫോണ്ട് ടൈപ്പും ഫോണ്ട് സ്റ്റൈലും അതേപോലെ തന്നെ ഫോണ്ട് കളറും ഫോണ്ട് സൈസും ഒക്കെ മാറ്റാനുള്ള ഓപ്ഷൻസ് കാണാൻ സാധിക്കുക. നമുക്കറിയാം സാധാരണഗതിയിൽ ബോൾഡ് ഇറ്റാലിക് അണ്ടർലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി, ഇത് ഫോണ്ട് സ്റ്റൈലാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാം, ഫോണ്ട് സ്റ്റൈലാണ് കേട്ടോ. ബോൾഡ് ഇറ്റാലിക്സ് അണ്ടർലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോണ്ട് സ്റ്റൈലാണ്. ബോൾഡ് ആക്കുവാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് Ctrl+B, ഇറ്റാലിക്സ് ആക്കുവാനായിട്ട് നമുക്ക് Ctrl+I യൂസ് ചെയ്യാം, അണ്ടർലൈൻ കൊടുക്കുവാനായിട്ട് Ctrl+U കൊടുക്കാം കേട്ടോ. വളരെ സിമ്പിളാണ് ഇതൊക്കെ പഠിക്കുവാനായിട്ട്. ബോൾഡും ഇറ്റാലിക്കും എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. ബോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ടെക്സ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ട്രോങ് ആക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ടെക്സ്റ്റിൻ്റെ തിക്നെസ് കൂട്ടാനായിട്ട് പറ്റും. ഇറ്റാലിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ടെക്സ്റ്റിനെ നമുക്ക് ഫ്യൂ ആംഗിൾ ചരിക്കാനായിട്ട് സാധിക്കും. അണ്ടർലൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് സെലക്റ്റഡ് ക്യാരക്ടേഴ്സിന് താഴെയായിട്ട് ഒരു വര കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിനെല്ലാം നമ്മൾ ഫോണ്ട് സ്റ്റൈൽ എന്നാണ് പറയുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കാം, ബോൾഡ് ഇറ്റാലിക്സ് അണ്ടർലൈൻ എന്ന് പറയുന്നവ എന്താണെന്ന് ചോദിച്ചാൽ പറയുക ഫോണ്ട് സ്റ്റൈൽ. അതുപോലെ ഫോണ്ട് ടൈപ്പ്, ഇവിടെ ഈ ഫോണ്ട് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയൽ കാലിബ്രി അതേപോലെ തന്നെ അൽഗേറിയൻ, ടൈംസ് ന്യൂ റോമൻ. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ തരത്തിലുള്ള ഫോണ്ട് ടൈപ്പുകളുണ്ട്. ഇതെല്ലാം ഫോണ്ട് ടൈപ്പാണ്, അല്ലെങ്കിൽ ഫോണ്ട് ഫേസ് എന്നും പറയും കേട്ടോ. ഫേസ് എന്നും പറയും അല്ലെങ്കിൽ ടൈപ്പ് എന്നും പറയും. പരീക്ഷയ്ക്ക് ടൈപ്പും സ്റ്റൈലും തമ്മിൽ മാറിപ്പോകരുത്. നമ്മൾ നോക്കുമ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള എളുപ്പമാണ് എന്ന് തോന്നുന്ന ഭാഗമാണ്. അതിൽ നിന്ന് വേണമെങ്കിൽ ഒരു മാർക്ക് PSC വിചാരിച്ചു കഴിഞ്ഞാൽ തട്ടി മാറ്റാനായിട്ട് പറ്റും. സോ അത് നിങ്ങൾ വിട്ടുകൊടുക്കരുത്, നന്നായിട്ട് തന്നെ പഠിക്കുക കേട്ടോ. ഫോണ്ട് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ബോൾഡ്, ഇറ്റാലിക്സ്, അണ്ടർലൈൻ പോലുള്ള കാര്യങ്ങളാണ്. ഫോണ്ട് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഏരിയൽ, അൽഗേറിയൻ, ഏരിയൽ നാരോ, ടൈംസ് ന്യൂ റോമൻ, കാലിബ്രി, ഇതൊക്കെയാണ് ഫോണ്ട് ടൈപ്പ് അല്ലെങ്കിൽ ഫോണ്ട് ഫേസ് എന്ന് പറയുന്നത്. ഒരു ചോദ്യം കൂടി എനിക്ക് പറയാനുണ്ട്. നമ്മുടെ മൈക്രോസോഫ്റ്റ് വേർഡിൽ ഡിഫോൾട്ടായിട്ട് കിടക്കുന്ന ഫോണ്ട് ടൈപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ പറയുക അത് കാലിബ്രിയാണ് കേട്ടോ. ഡിഫോൾട്ടായിട്ട് കിടക്കുന്ന ഫോണ്ട് ടൈപ്പ് എന്ന് പറയുന്നത് കാലിബ്രിയാണ്. അതുപോലെ ഡിഫോൾട്ടായിട്ട് കിടക്കുന്ന ഫോണ്ട് സൈസ് 11 ആണ് കേട്ടോ. നമ്മളൊന്നും ചെയ്യാതെ വെറുതെ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് ടൈപ്പ് ചെയ്യാൻ തുടങ്ങിയാൽ കാലിബ്രി ടൈപ്പിലും 11 സൈസിലുമായിരിക്കും നമുക്ക് ക്യാരക്ടേഴ്സിനെ കാണാൻ സാധിക്കുക. അത് നല്ല ചോദ്യങ്ങളാണ്, വൃത്തിയായിട്ട് പഠിച്ചുകൊള്ളുക കേട്ടോ. ദെൻ ഫോണ്ട് കളർ ആൻഡ് ഹൈലൈറ്റിങ്, നമുക്ക് നമ്മുടെ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സിൻ്റെ അക്ഷരങ്ങളുടെ കളർ മാറ്റാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വ്യത്യസ്ത നിറങ്ങൾ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്യാം. മഞ്ഞയോ പച്ചയോ നീലയോ ഒക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസും ഉണ്ട്. അതുപോലെ തന്നെ ടെക്സ്റ്റ് അലൈൻമെൻറ്റ് പ്രധാനമായിട്ട് 4 തരത്തിലാണുള്ളത്. ലെഫ്റ്റ് അലൈൻമെൻറ്റ്, സെൻറ്റർ അലൈൻമെൻറ്റ്, റൈറ്റ് അലൈൻമെൻറ്റ്, ജസ്റ്റിഫൈ അലൈൻമെൻറ്റ് കേട്ടോ. ലെഫ്റ്റ് അലൈൻമെൻറ്റും ഈ പറഞ്ഞിരിക്കുന്ന അലൈൻമെൻറ്റുകളെല്ലാം സെറ്റ് ചെയ്യാനായിട്ടുള്ള ഷോർട്ട് കട്ടുകളുണ്ട്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ലെഫ്റ്റ് അലൈൻമെൻറ്റ് ചെയ്യുവാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് വേണ്ടുന്ന സെൻറ്റൻസിനെയോ പാരാഗ്രാഫിനെയോ വേർഡിനെയോ ഒക്കെ മൗസ് ഉപയോഗിച്ച് സെലക്ട് ചെയ്യുക. ശേഷം
കൺട്രോൾ എൽ കൊടുത്താൽ അത് ലെഫ്റ്റ് അലൈൻ ഉണ്ടാവും കേട്ടോ, ലെഫ്റ്റ് അലൈൻ ഉണ്ടാവും. അതേപോലെ കൺട്രോൾ പ്ലസ് ഇ കൊടുത്തു കഴിഞ്ഞാൽ സെൻട്രൽ അലൈൻമെൻറ്റ്, കൺട്രോൾ പ്ലസ് ഇ ആണ് സെൻട്രൽ അലൈൻമെൻറ്റ്, കൺട്രോൾ പ്ലസ് സി ആണെന്ന് എഴുതി വെക്കരുത് കേട്ടോ. കൺട്രോൾ പ്ലസ് ഇ എന്ന് പറഞ്ഞാൽ കോപ്പി എടുക്കാനായിട്ടുള്ള ഷോർട്ട് കട്ടാണ്. ദെൻ കൺട്രോൾ പ്ലസ് ആർ ആണ് എന്തെന്ന് പറയുന്നത്, റൈറ്റ് അലൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കൺട്രോൾ പ്ലസ് ജെ കൊടുത്തു കഴിഞ്ഞാലോ ജസ്റ്റിഫൈ അലൈൻമെൻറ്റ്. എന്താണ് ജസ്റ്റിഫൈ അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഡോക്യുമെൻറ്റിൻ്റെ ഒരു പേജിന് 2 മാർജിൻ ഉണ്ട്. ഈ 2 മാർജിനിലും നമ്മുടെ പാരാഗ്രാഫ് അല്ലെങ്കിൽ സെൻറ്റൻസ് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഫിറ്റായിട്ട് കൂട്ടിമുട്ടി നിൽക്കുന്ന, വളരെ ഫിക്സഡ് ആയിട്ടുള്ള ഫിറ്റായിട്ട് നിൽക്കുന്ന ആ ഒരു അലൈൻമെൻറ്റിനെയാണ് നമ്മൾ ജസ്റ്റിഫൈ അലൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ഒരു ഡോക്യുമെൻ്റ് ചെയ്യുമ്പോൾ കാണാൻ ഏറ്റവും വൃത്തിയും പ്രൊഫഷണൽ ലുക്കും തരുന്ന ഒരു അലൈൻമെൻറ്റാണ് ജസ്റ്റിഫൈ അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ. കൺട്രോൾ പ്ലസ് ജെ ആണ് ജസ്റ്റിഫൈ അലൈൻമെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഷോർട്ട് കട്ട്. അപ്പോൾ ജസ്റ്റിഫൈ അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മാർജിൻസിലും ലെഫ്റ്റ് മാർജിനിലും റൈറ്റ് മാർജിനിലുമായിട്ട് നമ്മുടെ പാരാഗ്രാഫ് ഫിറ്റായിട്ട് നിൽക്കുന്ന ആ ഒരു അലൈൻമെൻറ്റാണ് ജസ്റ്റിഫൈ അലൈൻമെൻറ്റ് എന്ന് പറയുന്നത്. മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇനി നമ്മൾ പഠിക്കുന്നത് പാരാഗ്രാഫ് ഫോർമാറ്റിംഗ്. നമുക്ക് പാരാഗ്രാഫിനെയും ഫോർമാറ്റ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. പാരാഗ്രാഫിനെയും നമുക്ക് ഫോർമാറ്റ് ചെയ്യാം. പ്രധാനമായിട്ടും ഈ പാരാഗ്രാഫ് ഫോർമാറ്റിംഗ് ചെയ്യാൻ കഴിയുന്ന ഓപ്ഷൻസ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് എവിടെയാണ്, ഹോം ടാബിൽ തന്നെയാണ് കേട്ടോ. ഹോം ടാബിൽ പാരാഗ്രാഫ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. പാരാഗ്രാഫ് എന്ന് പറയുന്ന ആ ഗ്രൂപ്പിൽ കുറേ പാരാഗ്രാഫ് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതിൽ പ്രധാനപ്പെട്ടത് ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡേർഡ് ലിസ്റ്റും അൺഓർഡേർഡ് ലിസ്റ്റും ക്രിയേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു. ബുള്ളറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നമുക്ക് ഡാറ്റ ലിസ്റ്റ് എഴുതാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ബുള്ളറ്റ്സ് എന്ന് പറയാം. ഒരു ഉദാഹരണം, ഇതൊരു ബുള്ളറ്റാണ്. ഇവിടെ എ എഴുതി, അടുത്ത ബുള്ളറ്റ് ഇവിടെ ബി എഴുതി, അടുത്ത പോയിന്റ് ഇവിടെ സി എഴുതി. അപ്പോൾ ഇങ്ങനെ ബുള്ളറ്റ് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ്, ഇപ്പോൾ ടിക്ക് മാർക്കോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്താ പറയേണ്ടത്, ഈ ഇത്തരത്തിലുള്ള ഈ ആരോ മാർക്കോ അല്ലെങ്കിൽ യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള നമുക്ക് ആവശ്യമായിട്ടുള്ള, യൂസർ ഡിഫൈൻഡ് എന്ന് പറയാൻ കഴിയില്ല, നമ്മുടെ സിസ്റ്റം ഡിഫൈൻഡ് ആയിട്ടുള്ള, നമ്മുടെ സിസ്റ്റത്തിനകത്ത് തന്നെയുള്ള മറ്റ് സിമ്പിൾസും ഒക്കെ വേണമെങ്കിൽ ഈ ബുള്ളറ്റിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സ്റ്റാർ, ടിക്ക് മാർക്ക്, ഇതേപോലുള്ള റൗണ്ട് ഡിസ്കുകൾ അല്ലെങ്കിൽ ഡയമണ്ട് ഷേപ്ഡ് ആയിട്ടുള്ള ബുള്ളറ്റ്സ്, ഇതെല്ലാം നമുക്ക് ഡാറ്റ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു അൺഓർഡേർഡ് ലിസ്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാനായിട്ട് പറ്റും. ഇതിനെ ബുള്ളറ്റ് ലിസ്റ്റിംഗ് എന്ന് പറയാം. നമ്പറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂമറിക്കൽ ഓർഡറിലോ ആൽഫബറ്റിക് ഓർഡറിലോ അല്ലെങ്കിൽ ന്യൂമറിക് ഓർഡറിലാണെങ്കിൽ റോമൻ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടോ, ആൽഫബറ്റിക് ക്യാരക്ടേഴ്സ് ആണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്ററും ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്പേർഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതെല്ലാം പാരാഗ്രാഫ് ഫോർമാറ്റിങ്ങിൻ്റെ പരിധിയിൽ വരുന്നു. അതേപോലെ തന്നെ ലൈൻ സ്പേസിംഗ് ഓപ്ഷൻസ്, പാരാഗ്രാഫിനകത്തുള്ള ഓരോ ലൈൻസും എത്ര പോയിന്റ് വീതം ഗ്യാപ്പ് വേണം എന്നുള്ള കാര്യം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഇൻഡൻറ്റേഷൻ പ്രധാനമായിട്ട് 2 തരത്തിലാണുള്ളത്, ഇൻക്രീസ് ഇൻഡൻറ്റേഷനും ഡിക്രീസ് ഇൻഡൻറ്റേഷനും. എന്താണ് ഈ ഇൻഡൻറ്റേഷൻ എന്ന് പറയുന്നത്? ഇൻഡൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡോക്യുമെൻറ്റിനകത്ത് ഇപ്പോൾ 3 പാരാഗ്രാഫ് ഉണ്ടെങ്കിൽ ഈ 3 പാരാഗ്രാഫിനെയും നമുക്ക് ഓരോ അലൈൻമെൻറ്റായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനാണ് ഇൻഡൻറ്റേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇൻഡൻറ്റേഷൻ കൂട്ടുവാനും സാധിക്കും, കുറയ്ക്കുവാനും സാധിക്കും. മനസ്സിലാക്കുക. അപ്പോൾ ഒരു ഡോക്യുമെൻറ്റിനകത്ത് അല്ലെങ്കിൽ ഒരു പേജിനകത്ത് നമുക്ക് 1, 2, 3, 4 പാരാഗ്രാഫ് ഉണ്ടെങ്കിൽ ഓരോ പാരാഗ്രാഫിനെയും വ്യത്യസ്ത അലൈൻമെൻറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാം. അതിനായിട്ട് യൂസ് ചെയ്യുന്നൊരു ഓപ്ഷനാണ് ഇൻഡൻറ്റേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ദെൻ ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പാരാഗ്രാഫിന് വേണമെങ്കിൽ നമുക്ക് ബോർഡർ കൊടുക്കാം, 4 വശത്തും ബോർഡർ കൊടുക്കാം. ബോർഡർ കൊടുത്തതിന് ശേഷം ആ ഒരു പാരാഗ്രാഫിനെ അല്ലെങ്കിൽ ആ ഒരു വേർഡിനെയോ സെൻറ്റൻസിനെ മുഴുവനും നമുക്കൊരു ഔട്ട്ലൈൻ അല്ലെങ്കിൽ ബോർഡർ വരയ്ക്കുവാനും സാധിക്കും. അല്ലെങ്കിൽ ബോർഡർ വരച്ചതിന് ശേഷം ഷെയ്ഡിങ് കൊടുക്കുവാനും സാധിക്കും. അതിനകത്ത് വ്യത്യസ്ത വർണ്ണങ്ങളും നിറങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഏതെങ്കിലുമൊക്കെ ഡോക്യുമെൻ്റ് ഉണ്ടാക്കുമ്പോൾ പ്രധാനപ്പെട്ട ഭാഗങ്ങളെ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുവാനായിട്ട് ഒരു ബോക്സിനകത്താക്കിയതിന് ശേഷം നമ്മൾ കളർ കൊടുക്കാറുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഈ പാരഗ്രാഫ് ഫോർമാറ്റിങ്ങിനകത്ത് ബോർഡർ ആൻഡ് ഷെയ്ഡിങ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കേട്ടോ. ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്കൊരു ഔട്ട്ലൈൻ പോലെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞു തരുന്നതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞ ഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം, ഈ പാരാഗ്രാഫ് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് നമുക്ക് ഏത് ടാബിൽ നിന്നും ആക്സസ് ചെയ്യാൻ സാധിക്കും എന്ന് ചോദിച്ചാൽ പറയുക, ഹോം ടാബിൽ നിന്ന് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറയുക. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യത്തിൽ ചോദിക്കാം, ഈ ബുള്ളറ്റ് കൊടുക്കുമല്ലോ, ബുള്ളറ്റ് ടൈപ്പ് ഓഫ് ക്യാരക്ടർ കൊടുത്ത് നമ്മൾ ഡാറ്റ ലിസ്റ്റ് ചെയ്യുമല്ലോ, ഈ ബുള്ളറ്റായിട്ട് കൊടുക്കുന്ന സിമ്പല് നമുക്ക്
കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിക്കും പരീക്ഷയ്ക്ക്. കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ സാധിക്കുമെന്നതിന് ഉത്തരം പറയുക കേട്ടോ. നമ്മുടെ മൈക്രോസോഫ്റ്റ് വേർഡിനകത്ത് തന്നെ ആയിരക്കണക്കിന് സിമ്പിൾസ് ഉണ്ട്, നമുക്കതിനെ കസ്റ്റമൈസ് ചെയ്യാം. അത്തരത്തിലുള്ള സിമ്പിൾ വേണമെങ്കിൽ നമുക്ക് ഡാറ്റ ലിസ്റ്റ് ആയിട്ട് ഈ ബുള്ളറ്റ് ടൈപ്പ് ഓഫ് ക്യാരക്ടറായിട്ട് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ അത്തരം ചോദ്യങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, പ്രതീക്ഷിക്കുക കേട്ടോ. യൂസിങ് കട്ട് കോപ്പി ആൻഡ് പേസ്റ്റ്. യൂസിങ് കട്ട് കോപ്പി ആൻഡ് പേസ്റ്റ് വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമുക്കറിയാം 3 തരത്തിൽ നമുക്ക് 3 കാര്യങ്ങൾ പ്രധാനമായിട്ടും പഠിക്കാനുണ്ട്. കട്ട്, കോപ്പി, പേസ്റ്റ്. അപ്പോൾ കട്ട്, പേസ്റ്റ്, കോപ്പി, പേസ്റ്റ് തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞിരിക്കണം. കട്ട്, പേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടെക്സ്റ്റിനെ നമുക്ക് കട്ട് ചെയ്ത് മറ്റൊരു ഭാഗത്തേക്ക് പേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. എവിടെ നിന്നാണോ ഇത് കട്ട് ചെയ്യുന്നത് ആ കട്ട് ചെയ്യുന്ന ഭാഗത്ത് പിന്നെ നമുക്ക് ആ ടെക്സ്റ്റിനെയോ ക്യാരക്ടേഴ്സിനെയോ വേർഡിനെയോ കാണാൻ സാധിക്കത്തില്ല. ഇനി കോപ്പി പേസ്റ്റ് ആണെങ്കിൽ ഏത് സോഴ്സിൽ നിന്നാണോ ഡാറ്റ കോപ്പി എടുക്കുന്നത് ആ സോഴ്സിലും ആ ഡാറ്റ കാണും, അത് പേസ്റ്റ് ചെയ്യുന്ന ഡെസ്റ്റിനേഷനിലും ആ ഡാറ്റ എന്ത് ചെയ്യും നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഇതിൻ്റെ ഷോർട്ട് കട്ട് അറിഞ്ഞിരിക്കണം. ഡാറ്റയെ അല്ലെങ്കിൽ ടെക്സ്റ്റിനെ കട്ട് ചെയ്യാനായിട്ടുള്ള ഷോർട്ട് കട്ട് Ctrl+X ആണ്. എന്നാൽ ഡാറ്റയെ കോപ്പി എടുക്കാനായിട്ടുള്ള ഷോർട്ട് കട്ട് Ctrl+Cയും പേസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഷോർട്ട് കട്ട് Ctrl+Vയുമാണ് എന്നെന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഇത്തരം ഷോർട്ട് കട്ടുകളെല്ലാം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാർ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം കേട്ടോ. ഒരു വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ മാക്സിമം കീബോർഡ് ഷോർട്ട് കട്ട്സ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, യൂസ് ചെയ്യുള്ളൂ. കാരണം വളരെ വേഗത്തിൽ ക്യാരക്ടേഴ്സ് ഒക്കെ ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കണം കേട്ടോ. നെക്സ്റ്റ് അൺഡു ആൻഡ് റീഡു. അൺഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസൽസ് ദ ലാസ്റ്റ് ആക്ഷൻ. ലാസ്റ്റ് നമ്മൾ ചെയ്ത ആക്ഷൻ ക്യാൻസൽ ചെയ്യാനായിട്ട് കൊടുക്കുന്നൊരു ഓപ്ഷനാണ് അൺഡു എന്ന് പറയുന്നത്. Ctrl+Z ആണ് അൺഡു കൊടുക്കുവാനായിട്ടുള്ള ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. ഇനി റീഡു എന്ന് പറഞ്ഞാൽ റീഅപ്ലൈസ് ദ ലാസ്റ്റ് അണ്ടൺ ആക്ഷൻ. അതായത് നമുക്ക് ലാസ്റ്റ് ആക്ഷൻ നമ്മൾ ക്യാൻസൽ ചെയ്തല്ലോ, ആ ലാസ്റ്റ് ആക്ഷനെ വീണ്ടും കൊണ്ടുവരുവാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് റീഡു ഓപ്ഷൻ എന്ന് പറയുന്നത്. Ctrl+Y ആണ് ഇതിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് കേട്ടോ. അൺഡു റീഡു നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് എന്തെങ്കിലും തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അൺഡു ചെയ്യും, Ctrl+Z കൊടുക്കും. അപ്പോൾ നമ്മൾ Ctrl+Z കൊടുത്ത് ബാക്കിലേക്ക് പോയ സ്റ്റെപ്പിൽ നിന്നും വീണ്ടും മുന്നിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് Ctrl+Y എന്ത് ചെയ്യാം, കൊടുക്കാം. സാധാരണഗതിയിൽ ഈ അൺഡു ആൻഡ് റീഡു ഓപ്ഷൻ എവിടെയാണ് കാണാൻ സാധിക്കുക, നമ്മുടെ മൈക്രോസോഫ്റ്റ് വേർഡിൽ എവിടെയാണ് കാണാൻ സാധിക്കുക എന്ന് ചോദിച്ചാൽ പറയുക ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. ഇത് നല്ലൊരു ചോദ്യമാണ് കേട്ടോ. ക്വിക്ക് ആക്സസ് ടൂൾ ബാർ, ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈക്രോസോഫ്റ്റ് വേർഡിൽ മോസ്റ്റ് ആക്സസ്ഡ് ആയിട്ടുള്ള, നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുവാൻ ചാൻസ് ഉള്ള ടൂളുകളെ കസ്റ്റമൈസ് ചെയ്ത് കൊണ്ടിടുവാൻ സാധിക്കുന്ന ഒരു ടൂൾ ബാറാണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് എപ്പോഴും ആവശ്യമായിട്ട് വരുന്ന ടൂളുകളെ പെട്ടെന്ന് എടുക്കുവാനായിട്ട് നമുക്കിതിനെ എന്ത് ചെയ്യാം, ഒരു പർട്ടിക്കുലർ ഏരിയയിൽ യൂഷ്വലി നമുക്കിത് കാണാൻ സാധിക്കുക നമ്മുടെ ടൈറ്റിൽ ബാറിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് കേട്ടോ. മൈക്രോസോഫ്റ്റ് വേർഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ടൈറ്റിൽ ബാറിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക, ഈ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ മോസ്റ്റ് യൂസ്ഡ് ആയിട്ടുള്ള ടൂളുകളെ കസ്റ്റമൈസ് ചെയ്ത് ഇടുവാനായിട്ടുള്ള ഒരു ഏരിയയാണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഈ അൺഡു റീഡു ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എവിടെയാണ്, ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ചോദിക്കാം, ക്വിക്ക് ആക്സസ് ടൂൾ ബാർ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ കഴിയുമോ? യെസ്, ക്വിക്ക് ആക്സസ് ടൂൾ ബാറിനെ നമുക്ക് ഇഷ്ടമുള്ള ടൂളുകൾ കൊണ്ട് പിൻ ചെയ്തുകൊണ്ട് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും എന്ന് എന്ത് ചെയ്യുക, ഉത്തരം പറയുക. നെക്സ്റ്റ് സേവിങ് എ ഡോക്യുമെൻ്റ്. ഒരു ഡോക്യുമെൻ്റ് എങ്ങനെയാണ് സേവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സേവ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഫയൽ ടാബിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ സേവ് അല്ലെങ്കിൽ സേവസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സേവിൻ്റെയും സേവസിൻ്റെയും വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ സേവസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്യുമെൻ്റ് നിങ്ങൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത് അതിനെ പുതിയതായിട്ട് ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ ഒരു പേര് കൊടുത്ത് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് സേവസ് എന്ന് പറയുന്നത് കേട്ടോ. ഒരു പുതിയ ഡോക്യുമെൻറ്റിനെ ഫ്രഷ് ആയിട്ട് പുതിയ ഒരു പേര് കൊടുത്ത് ഒരു ഡയറക്ടറിക്കകത്ത് സേവ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് സേവാസ് എന്ന് പറയുന്നത്. സേവാസ് ചെയ്യാനായിട്ടുള്ള ഷോർട്ട് കട്ട് F12 കീ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, Ctrl+Shift+S. ഇതാണ് നമ്മുടെ സേവാസ് കൊടുക്കുവാനായിട്ടുള്ള ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. ഒന്നുകിൽ ഫംഗ്ഷൻ കീ ആയ F12 മാത്രം പ്രസ് ചെയ്ത് എന്ത് ചെയ്യുക, സേവാസ് ചെയ്യുക. അല്ലെങ്കിൽ Ctrl+Shift+S, കൺട്രോളും ഷിഫ്റ്റും എസും ഒരുമിച്ച് പ്രസ് ചെയ്തുകൊണ്ട് സേവാസ് എന്ത് ചെയ്യുക കേട്ടോ. ഇനി സേവ് എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഈ സേവാസ് വെച്ച് സേവ് ചെയ്ത ഒരു ഡോക്യുമെൻറ്റിനകത്ത് എന്തെങ്കിലുമൊക്കെ അപ്ഡേഷൻസ് വരുത്തിയതിന് ശേഷം ആ അപ്ഡേഷൻസും കൂടി ചേർത്ത് സേവ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് സേവ് എന്ന് പറയുന്നത്. സേവ് ചെയ്യാനായിട്ടുള്ള ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് Ctrl+S ആണ്. ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നന്നായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ദെൻ നമുക്കറിയാം എന്താണ് നമ്മുടെ ഡോക്യുമെൻ്റ്
MS വേർഡ് ഡോക്യുമെൻ്റ് എല്ലാം സേവ് ചെയ്യുന്നത് .docx എക്സ്റ്റൻഷനിലാണ് കേട്ടോ. .docx എക്സ്റ്റൻഷനിൽ. ഇത് കൺഫ്യൂഷൻ ഒന്നും വരരുത്. മൈക്രോസോഫ്റ്റ് വേർഡ് അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ആപ്ലിക്കേഷൻസ് 2010 അല്ലെങ്കിൽ 2010 ശേഷം ഉള്ള വെർഷൻസിലെല്ലാം വേർഡും എക്സലും പവർ പോയിൻറ്റും ഒക്കെ സേവ് ചെയ്യുമ്പോൾ അതാത് എക്സ്റ്റൻഷനോടൊപ്പം എന്തുണ്ടാവും, ഒരു എക്സും കൂടി ഉണ്ടാവും. അപ്പം നിലവിൽ പുതിയ വെർഷൻസ് പ്രകാരം എന്താണ്, മൈക്രോസോഫ്റ്റ് വേർഡ് ഡോക്യുമെൻ്റ് നമ്മൾ സേവ് ചെയ്യുന്നത് .doc എക്സ്റ്റൻഷനിലാണ്. എന്നാൽ പഴയ 2007 ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ .doc എക്സ്റ്റൻഷനിലാണ് നമ്മൾ സേവ് ചെയ്തുകൊണ്ടിരുന്നത്. 2010 ശേഷമുള്ള വെർഷൻസ് എല്ലാം .docx എക്സ്റ്റൻഷനിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ സേവ് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇതൊക്കെ റാങ്ക് മേക്കിംഗ് ചോദ്യമാണ്. ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ടൈപ്പിസ്റ്റ് പോലുള്ള പരീക്ഷകൾക്കെല്ലാം ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ. ഓപ്പണിംഗ് ആൻഡ് എക്സിസ്റ്റിംഗ് ഡോക്യുമെൻറ്റ് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു എക്സിസ്റ്റിംഗ് ഡോക്യുമെൻറ്റിനെ ഓപ്പൺ ചെയ്യാനായിട്ട് ഫയൽ ടാബിൽ പോയിട്ട് ഓപ്പൺ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരു വിൻഡോ വരും. ആ വിൻഡോയ്ക്കകത്ത് നിന്ന് നിങ്ങൾക്ക് ഏത് ലൊക്കേഷനിലാണോ നിങ്ങൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡോക്യുമെൻറ്റ് കിടക്കുന്നത് അവിടെ നിന്ന് സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്കൊരു എക്സിസ്റ്റിംഗ് ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് Ctrl+O ആണ്. പഠിക്കാൻ വലിയ പാടൊന്നുമില്ല. O for ഓപ്പൺ കേട്ടോ. ഒരു എക്സിസ്റ്റിംഗ് ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് Ctrl+O ആണ്. അടുത്തത് പ്രിന്റിംഗ് എ ഡോക്യുമെന്റ്. ഒരു ഡോക്യുമെന്റ് നമുക്ക് എങ്ങനെ പ്രിന്റ് ചെയ്യാം എന്നുള്ളതാണ്. വളരെ സിമ്പിളാണ്. നമ്മുടെ ഫയൽ ടാബിൽ പോവുക, അവിടെ നിന്ന് പ്രിന്റ് എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു വിൻഡോ വരും. ആ വിൻഡോയ്ക്കകത്ത് ഏത് പ്രിൻ്ററിലാണോ നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കേണ്ടത് ആ പ്രിൻ്ററിൻ്റെ അഡ്രസ്സ് കൊടുക്കുക, എത്ര കോപ്പിയാണോ വേണ്ടത് കോപ്പിയുടെ എണ്ണം പറഞ്ഞു കൊടുക്കുക, മറ്റുള്ള സെറ്റിങ്സ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവിടെ ചെയ്യുവാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ പ്രിൻ്റ് എടുക്കുവാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് Ctrl+P ആണ്. Ctrl+P ആണ് പ്രിൻ്റ് എടുക്കുവാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട്. നന്നായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക കേട്ടോ, പരീക്ഷയ്ക്ക് ചോദിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ മറ്റൊരു സുപ്രധാന കാര്യം കൂടി എനിക്ക് പറയാനായിട്ടുണ്ട്. സഹകരണ ബാങ്കിൽ എങ്ങനെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആകാം എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനായി മെയ് 13 രാത്രി 9 മണിക്ക് ഒരു വെബിനാറുമായിട്ട് ഞാൻ വരുന്നുണ്ട്. ആ വെബിനാറിൽ MS വേർഡ്, എക്സൽ, പവർ പോയിന്റ് എന്നീ വിഷയങ്ങൾ എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാം, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ എങ്ങനെ അറ്റൻഡ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സിലബസിൽ 2ാമത്തെയും 3ാമത്തെയും മൊഡ്യൂളുകളായ കമ്പ്യൂട്ടറിൻ്റെ മറ്റ് ഫാക്റ്റുകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്, ഏത് തരത്തിലായിരിക്കും ചോദ്യങ്ങൾ വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്കുണ്ടാകുന്ന മറ്റ് സംശയങ്ങളെല്ലാം നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. സോ ആരും മറക്കണ്ട, മെയ് 13 രാത്രി 9 മണിക്ക് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വരിക, വന്ന് വെബിനാറിൽ പങ്കെടുക്കുക. സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളിന്ന് പഠിച്ചത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. MS വേർഡുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വളരെ ചെറിയ കാര്യമാണ്. ഇത്തരം കാര്യങ്ങൾ പോലും പരീക്ഷയ്ക്ക് നല്ല രീതിയിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. സോ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാ ഫ്രണ്ട്സിനും താങ്ക് യു വെരി മച്ച്.